ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഔക്കാട് പറിക്കാനാണ് വന്നത്. ഇത് എൻ്റെ മോൻ്റെ വീടാണ്. അവിടെ ഇത് ഈ ഔക്കാട് ഞാൻ നട്ടിട്ട് 8 വർഷമായി. 8 വർഷമായപ്പോൾ ഇപ്പോൾ 5 വർഷമായപ്പം അത് കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ 3 വർഷം കൊണ്ട് ഞാൻ ഇതിന്ന് കായ് പറിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ പ്രാവശ്യത്തെ മഴ കൊണ്ട് നമുക്ക് പൂ വരുമ്പോൾ തന്നെ എവിടെന്നെങ്കിലും ഒരു മഴ വന്നാൽ മുതങ്ങ് തൊഴിഞ്ഞു പോകും. ഇപ്പോൾ ആകെ കിട്ടിയൊരു 6-7 എണ്ണം 7 എണ്ണം ഉണ്ട് ഇതിലെല്ലാം കൂടെ, അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് ഈ അവക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും വെള്ളം വേണം. ഇതിന് വെള്ളം തണുപ്പാണ് ആവശ്യം. തണുപ്പ് നല്ല കിട്ടുകയാണെങ്കിൽ ഇത് നല്ല കായ്ക്കും. അപ്പം ഞാനിത് കായ്ക്കാതിരുന്നപ്പോഴത്തേക്ക് ഒരു ആൾ പറഞ്ഞ് ഇതിന് തണുപ്പാണ് ആവശ്യം. ഇവിടെ വരും ഒരു അജി എന്ന് പറഞ്ഞ് പണിക്കൊക്കെ വരാം. അപ്പോൾ അവൻ പറഞ്ഞ് ഇങ്ങനെ ഇത് തണുപ്പ് വേണം, നല്ല വെള്ളം വേണം. അങ്ങനെ ഞാൻ ഇതിന് 4 ചുറ്റും കുറേ തൊണ്ടങ്ങ് അടുക്കി, ഒരുപാട് തൊണ്ടടുക്കി കൊടുത്തിട്ട് അതിലിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത്. ശരിയാണ്, പറഞ്ഞത് സത്യമാണ്. അതിന് ശേഷമാണ് ഇത് കായ്ച്ചത്. അപ്പോൾ ഇതിന് ആവശ്യം എന്ന് പറയുന്നത് തണുപ്പാണ്. അപ്പോൾ നമുക്കിതിൽ നിൽക്കണമെന്ന് പറിക്കാം. അപ്പോൾ നമ്മുടെ അവക്കാട് പറിച്ചപ്പം താഴെ വന്ന് വീണ് പോകും. നല്ല ഉയരത്തിലായതുകൊണ്ട് താഴെ വീണപ്പോൾ പൊട്ടി. പക്ഷെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ 3 എണ്ണം പറിച്ചിട്ടുണ്ട്. ഇത് നല്ല വിളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇനി പഴുക്കാൻ വയ്ക്കാം. ഇത് ഈ റംബുട്ടാനും ഇവിടെ ഞാൻ നട്ടതാണ്. ഇതിനകത്ത് വേറെ മരങ്ങളൊന്നും ഇല്ലായിരുന്നു വാങ്ങുമ്പോഴത്തേക്ക്. നമ്മൾ 10 സെൻറ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതാണ്. ഇത് ജാതിയാണ്, ഇത് ജാതി മരമാണ്, ജാതിക്കായാണ്. ഇതിൽ ശരിക്കും ജാതിക്ക പിടിച്ചായിരുന്നു. ഇതിനും നല്ല വെള്ളവും തണുപ്പും വേണം. അങ്ങനെയാണ് ജാതിയുടെ ഇത് അവക്കാട് ഞാൻ ഒരെണ്ണം വീണ്ടും നട്ടതാണ്. ഇത് അവക്കാടാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ വിത്തെടുത്തിട്ട് നട്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അവക്കാട് ഞാൻ വാങ്ങിയത് പോത്തീസിൽ പോയി 240 രൂപ കൊടുത്ത് 1 കിലോ വാങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ വിത്തിട്ട് പൊടിപ്പിച്ചാണ് നട്ട മരമാണ് അത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ പറിച്ച് ഇപ്പോൾ 3 വർഷമായിട്ട് കായ്ക്കുന്നുണ്ട്. നട്ട് 5 വർഷമായപ്പോഴാണ് ഇത് കായ്ച്ചു തുടങ്ങിയത്. അതിൻ്റെ മുട്ടിൽ നിറയെ തൊണ്ടാണ് അടുക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ ഈ പ്ലാവൊക്കെ ഉണ്ട്, നല്ല വരിക്കയാണ്. അപ്പോൾ നമ്മൾ വിളഞ്ഞാലേ അടക്കുള്ളൂ. നന്നായിട്ട് വിളയണം, അപ്പോൾ അത് അടക്കാം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നന്നായിട്ട് വിളയാൻ നിർത്തിയിരിക്കുമ്പോൾ കുരങ്ങൻ വന്ന് എല്ലാം വിളയണ കടിച്ച് തിന്നുകൊണ്ട് പോകും. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചക്ക പോലും നമുക്ക് കിട്ടിയില്ല. 6 ചക്ക ഉണ്ടായിരുന്നു. ഒരു ചക്ക പോലും നമുക്ക് ഇതിന് അടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നല്ല വറുക്കണ ചക്കയാണ്, വറുക്കാൻ വേണ്ടി നല്ല ചക്കയാണിത്. ഇത് നമ്മൾ അടത്തും, 3-4 എണ്ണം അടത്ത്. പിന്നെയും അതിൻ്റെ മണ്ടയിലാണ്, അത് കയറാനും പറ്റില്ല. നമുക്കിവിടെ അതൊന്നും പറിക്കാനും കിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഉള്ളത് നമ്മുടെ ആ സൈഡിൽ 2 പ്ലാവുണ്ട്. അത് ആ സൈഡിൽ നിൽക്കണം. ഇത് 10 സെൻറ്റ് സ്ഥലം എൻ്റെ മരുമോള ശ്രീധനം കൊണ്ടുവന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ 2 കുട്ടികളുണ്ട്. അതിൽ മൂത്ത കുഞ്ഞാണ് എനിക്ക് വീഡിയോ പിടിച്ച് സഹായിക്കുന്നത്. അപ്പോൾ അവൾ ഇനി 9ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ എല്ലാം 7 മണിക്ക് ശേഷം ആക്കിയത്. കാരണം അവൾ സ്കൂളിലും ട്യൂട്ടോറിയും കഴിഞ്ഞ് വരുമ്പോൾ 6 മണി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ പരിപാടി നടക്കുകയുള്ളൂ. അങ്ങനെയാണ് അത് മാറ്റി വെച്ചത്. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ അറിയില്ല. പിന്നെ ഇത് ഈ ഭാഗമെന്ന് പറഞ്ഞാൽ നല്ല മഴ സമയത്ത് മാത്രമേ ചക്ക കാണുള്ളൂ. പക്ഷേ അത് അവിക്കാനെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചക്കയാണ്. അതായത് നമ്മൾ അവിച്ചാൽ അതിങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ ഇതായി പോവില്ല. അത്ര നല്ല നമ്മൾ ഏത്തയ്ക്കൊക്കെ അവിച്ചെടുത്ത പോലെ ഇരിക്കുന്ന ഒരു ചക്കയാണ് ഇത് മഴ സീസണിലാണ്. ഈ പ്രാവശ്യം ചക്കയെന്ന് പറഞ്ഞതേ ഇതിൽ വീണിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചക്ക ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ചക്ക വീഴുന്നിട്ടില്ല. അപ്പോൾ പൊതുവേ ചക്ക കുറവാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ കുഞ്ഞും പ്ലാവുണ്ട്, അതിൽ ഒരു ചക്ക മണ്ടയിൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മണ്ടയിലാണ് നിൽക്കുന്നത് അതൊരു ചക്ക. അതാണ് നമ്മളെ കാട്ടു നെല്ലിട്ട് ഇത് ഞാൻ കൊണ്ട് നട്ടതാണ്. ഇത് എങ്ങോട്ടോ വളഞ്ഞും പോയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടണത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ ഭയങ്കര ശല്യമുള്ളൊരു ഏരിയയാണിത്. ഭയങ്കര കുരങ്ങൻ്റെ ശല്യമാണ്. ഇപ്പോൾ ചക്കയായാലും കിട്ടില്ല. തെങ്ങുകളൊക്കെ നമ്മൾ ചാക്ക് വെച്ച് മൂടിയാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ ആ തെങ്ങിപ്പോൾ കേടാവുകയും ചെയ്തു. ഇവിടെ ഒരു തെങ്ങ് നട്ടിരുന്നു, അത് കുരങ്ങൻ അതിനെ 4 നൂലാക്കി കളഞ്ഞിട്ട് പോയി. ഇപ്പോൾ ഈ വേരെടുത്ത് മാറ്റണം കേട്ടോ. ഇതിൻ്റെ മൂട്ടിൽ ഈ കിടക്കുന്ന അത്രയും തൊണ്ടാണ്. ഈ തൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അടുക്കിയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു 500 തേങ്ങയുടെ തൊണ്ടല്ല ഞാൻ ഇതിനകത്ത് അടുക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്രയും തൊണ്ടാണ്. ഇതിന് ആവശ്യം ഇത് തണുപ്പാണ്. അതുകൊണ്ടാണ് തൊണ്ടാകുമ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ എപ്പോഴും നനവ് കിട്ടും. അങ്ങനെയാണ് ഞാൻ തൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നത്. തൊണ്ടാണ് ഇതിൻ്റെ മൂട്ടിൽ ചുറ്റിയും കിടക്കുന്നത്. പിന്നെ മോന് 2 കുഞ്ഞുങ്ങളാണ്, ഒരാണും പെണ്ണും. അതിൽ മൂത്തവളാണ് എനിക്ക് വീഡിയോ പിടിച്ച് സഹായിച്ച് തരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിനിയിപ്പോൾ ഈ തിങ്കളാഴ്ച തൊട്ട് തൊഴിലുറപ്പിന് പോകും. അപ്പോൾ എനിക്കും പകൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടൊക്കെയാണ് എല്ലാം കൂടെ കണക്കിലെടുത്താണ് 7 മണിക്ക് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. നമസ്കാരം.